നമസ്കാരം, ഹരീഷാണ്. പെരുമ്പാവൂരിൻ്റെ സാംസ്കാരിക പെരുമ വിളിച്ചോതി പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറിയും പെരുമ്പാവൂർ നഗരസഭയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അക്ഷരപ്പെരുമയ്ക്ക് തുടക്കമായി. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അക്ഷരപ്പെരുമ ഉദ്ഘാടനം ചെയ്തു. വീഡിയോയിലേക്ക് പോകാം. പെരുമ്പാവൂരിൻ്റെ സാംസ്കാരികോത്സവമായ അക്ഷരപ്പെരുമ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പാവൂർ MLA മനോജ് മൂത്തടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭ ചെയർപേഴ്സൺ KN സംഗീത സ്വാഗതം പറഞ്ഞു. അക്ഷരപ്പെരുമ പുരസ്കാര ജേതാവ് തസ്മിൻ ഷിഹാബിനെ ചടങ്ങിൽ ആദരിച്ചു. തസ്മിൻ ഷിഹാബിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തു. തുടർന്ന് മുനിസിപ്പൽ ജീവനക്കാർ അണിനിരന്ന നിരവധി കലാപരിപാടികൾ അരങ്ങേറി. വലിയ കോലാഹലങ്ങൾ കൂടാതെ, ആയുധമെടുക്കാതെ, തോക്കിൻകുഴലിലൂടെ അല്ലാതെ അക്ഷരങ്ങളുടെ വായനയുടെ മാർഗത്തിലൂടെ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് കേരളീയ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത മഹാനുഭാവനായിരുന്നു PN പണിക്കരെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് കാൽനടയായും മറ്റു മാർഗങ്ങളിലൂടെയും പരിമിതമായ സൗകര്യങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഗ്രാമാന്തരങ്ങളിൽ ഗ്രന്ഥശാലകൾക്ക് തുടക്കം കുറിച്ച് അത് കേരളത്തിൻ്റെ വൈജ്ഞാനിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വലിയ പങ്കുവഹിക്കുവാനായിട്ട് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ ഗ്രാമങ്ങളിലെ ഇത്തരം വായനശാലകളെ ഗ്രാമങ്ങളിലെ സർവകലാശാലകൾ എന്ന രീതിയിൽ വിശേഷിപ്പിക്കപ്പെട്ടതും ഒരു കാലത്ത് സാക്ഷാൽ സുകുമാരൻ അഴീക്കോട് PN പണിക്കരെ വിശേഷിപ്പിച്ചത് നമ്മുടെ നാടിനെ സത്യപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലറായിരുന്നു PN പണിക്കർ എന്നാണ്. കാരണം ഈ ഗ്രന്ഥശാലകൾ കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിന് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഉതകുന്ന രീതിയിലുള്ള പുസ്തകങ്ങളാണ്. കേവലം 5% പുസ്തകങ്ങളാണ് കവിതയും സാഹിത്യവും അതുപോലെ മറ്റ് മൂല്യങ്ങളുടെ പുസ്തകങ്ങളായി ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കുക. അതിനൊരു മാറ്റമുണ്ടാകണം. അതിന് മാറ്റമുണ്ടാകണമെങ്കിൽ വായനാശീലം വർദ്ധിപ്പിക്കണം. ഞാൻ ദീർഘമായി മറ്റൊന്നിനെയും കടക്കുന്നില്ല. എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ മുഖ്യ അതിഥി ബഹുമാനായ ശ്രീ റോജി M ജോൺ, അദ്ദേഹം എനിക്ക് തോന്നുന്ന മന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ടാണ് പെരുമ്പാവൂർ പരിപാടിയിൽ വരുന്നത്. ഞങ്ങളൊക്കെ പെരുമ്പാവൂരുകാരാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ വളരെ സന്തോഷത്തോടു കൂടി പെരുമ്പാവൂരിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. മന്ത്രി ശ്രീ റോജി M ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, പെരുമ്പാവൂരിന് ഒരുപാട് സാംസ്കാരിക പൈതൃകമുള്ളൊരു നാട് കൂടിയാണ്. സാഹിത്യ രംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെ രാഷ്ട്രീയ രംഗത്തുമെല്ലാം ശ്രദ്ധേയരായിട്ടുള്ള ഒരുപാട് പേർ ഈ നാടിൻ്റെ അഭിമാനമായി നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, P ഗോവിന്ദപിള്ള, ആദ്യത്തെ MLA ആയിരുന്ന P ഗോവിന്ദപിള്ള ഉൾപ്പെടെ പെരുമ്പാവൂരിൻ്റെ സാംസ്കാരികമായ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ച രാഷ്ട്രീയ നേതൃത്വം കൂടിയായിരുന്നു. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി PKV ഉൾപ്പെടെ, അതുപോലെ ഒരുപാട് മഹാരഥന്മാർ, D ബാബുപോൾ IAS ഉൾപ്പെടെയുള്ള ഒരുപാട് സാഹിത്യ രംഗത്തെ ശ്രദ്ധേയരായിട്ടുള്ള സാംസ്കാരിക മേഖലയിൽ സാന്നിധ്യം അറിയിച്ച രാഷ്ട്രീയ നേതാക്കന്മാരും സാഹിത്യ നേതാക്കന്മാരും ഒക്കെ ഉള്ള ഒരു നാടുകൂടിയാണ് പെരുമ്പാവൂർ. പ്രിയപ്പെട്ട PP തങ്കച്ചൻ സാറും TH മുസ്തഫയും, അങ്ങനെ ഒരുപാട് നമുക്കറിയാം പഴയകാല ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട സാജു പോളും എൽദോസ് കുന്നപ്പള്ളിയും, ഇവരെല്ലാം സാഹിത്യ രംഗത്ത് ശ്രദ്ധേയരായിട്ടുള്ള ആളുകളാണ്. നിരവധി സാംസ്കാരിക പരിപാടികളാണ് അക്ഷരപ്പെരുമയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അക്ഷരപ്പെരുമയുടെ മറ്റു വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കിട്ടുക. അപ്പോൾ ബൈ.